അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനവും ആദരം നിറഞ്ഞ ഉസ്താദന്മാർ, വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇസ്തിഫ എന്ന പരിപാടിയിലാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, ആമീൻ. ഇന്ന് എനിക്ക് അർപ്പിതമായ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ഫലപ്രദമായ ഉപയോഗങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഒരൽപ്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയെ ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. 20-ാം നൂറ്റാണ്ട് പകുതി പിന്നിടുമ്പോഴാണ് ആ സോഷ്യൽ മീഡിയ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ആ കാലത്ത് വന്ന സോഷ്യൽ മീഡിയ ഇന്നും നിലനിൽക്കുന്നു. അതിലൂടെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾ അതിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയാണ്. ഇക്കാലത്തുള്ള പല മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ അവർ അതിനെ കാണുകയാണ്. ശരീരത്തിന് വല്ല വേദനയും വന്നാലും അല്ലെങ്കിൽ ശരീരത്തിന് കുറവ് വന്നാലും അവർക്കത് പ്രശ്നമല്ല. സോഷ്യൽ മീഡിയയിലേക്ക് പ്രശ്നങ്ങൾ വന്നാൽ അവർക്കത് പ്രശ്നമാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ നിഷേധിക്കാൻ ആർക്കും പറ്റൂല. അതിലൂടെ ചിലർ വിദ്യാഭ്യാസം പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, ഇൽമിനെ പ്രചരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ദിക്ക് മൂലയിൽ വെച്ചുകൊണ്ടോ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. പണ്ട് കാലത്തുണ്ടായിരുന്ന നബിമാരും സ്വഹാബിമാരും അമ്പിയാക്കന്മാരും പണ്ഡിതന്മാരും നടന്നുകൊണ്ടോ അഥവാ കുതിരവണ്ടിയിലോ പശുവണ്ടിയിലോ യാത്ര ചെയ്തുകൊണ്ടായിരുന്നു ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടുണ്ടായത്. പക്ഷേ ഇക്കാലത്തുള്ള പണ്ഡിതന്മാരും ഉസ്താദന്മാരും സോഷ്യൽ മീഡിയയിൽ വെച്ചാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഔലിയാക്കന്മാർ അതിനെ നിഷേധിക്കാത്തത്. അതുകൊണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയെ നല്ലത് കൊണ്ട് മാത്രം ഉപയോഗിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.